എല്ലാ ECHS ബെനിഫിഷ്യറീസിനും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഷാജി സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ECHS ബെനിഫിഷ്യറി ആപ്പ് എന്ന ഒരു പുതിയ ഒരു ECHS ബെനിഫിഷ്യറി ആപ്പ് തുടങ്ങിയിരിക്കുന്ന അതിനെക്കുറിച്ച് പറയുവാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആൾറെഡി ECHS ബെനിഫിഷ്യറി എന്നൊരു ആപ്പ് നിലവിലുണ്ടെങ്കിലും ഇപ്പോൾ 13 ഡിസംബർ 2024 വളരെ ഫെസിലിറ്റികൾ കൂട്ടിക്കൊണ്ട് പല ഇൻഫർമേഷൻ നമ്മുടെ കൈകളിൽ വരത്തക്ക രീതിയിൽ ഒരു പുതിയ ഒരു ആപ്പ് ECHS ബെനിഫിഷ്യറി ആപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ അനേകം ഇൻഫർമേഷൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അറിയാവുന്നതും ചെയ്യാവുന്നതുമാകുന്ന പല ഫെസിലിറ്റികളും ഈ പുതിയ ECHS ബെനിഫിഷ്യറി ആപ്പിൽ ഉണ്ട്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, പഴയ ECHS ബെനിഫിഷ്യറി ആപ്പ് നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ECHS ബെനിഫിഷ്യറി ആപ്പ് എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആദ്യമേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് ഡോക്ടേഴ്സിന്റെ അപ്പോയിൻമെന്റ് എടുക്കേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായി പുതിയ ECHS ബെനിഫിഷ്യറി ആപ്സിൽ തന്നിട്ടുണ്ട്. അത് എത്ര സമയത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നു, നിങ്ങൾ ഡോക്ടറെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോട്ട് ടൈം എല്ലാം നിങ്ങൾക്ക് അതിൽ കൂടെ അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. രണ്ടാമതായി, നമ്മുടെ വളരെ പ്രധാനമായി ആനുവൽ വാലിഡേഷൻ. എല്ലാ വർഷവും പ്രൈമറി ബെനിഫിഷ്യറീസ് അവരുടെ ആശ്രിതർ, അതായത് അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ഫാദർ, മദർ, അതുപോലെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, അവരുടെ എല്ലാം ആനുവൽ വാലിഡേഷൻ എപ്പോൾ നടത്തണം, അത് കാർഡ് ബ്ലോക്ക് ആകാതെ അതിന് മുന്നേ തന്നെ നടത്തുവാനുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ECHS ബെനിഫിഷ്യറി ആപ്പിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ എല്ലാ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ, നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക, ഇത് വളരെ വ്യക്തമായി നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. അതുപോലെ കാർഡ് സ്റ്റാറ്റസ്, അതുപോലെ നിങ്ങളുടെ റീജിയണൽ സെൻട്രൽ അണ്ടറിലുള്ള ഏതൊക്കെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റികളുണ്ട് അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാൻ ഈ പുതിയ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കാർഡ് ലോസ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കാർഡ് ചേഞ്ച് ചെയ്യണം, ഒരു പോളിക്ലിനിക്കിൽ നിന്ന് മറ്റു പോളിക്ലിനിക്കിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഈ മൊബൈലിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അനേകം ഫെസിലിറ്റികൾ ഈ പുതിയ ആപ്പിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ പുതിയ വീഡിയോയിൽ കൂടെ നിങ്ങളോട് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങളുടെ പഴയ ECHS ആപ്പ് എന്ന ആപ്പ് ഉണ്ടെങ്കിൽ, ബെനിഫിഷ്യറി ആപ്പ് എന്ന ആപ്പ് ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഗൂഗിളിൽ കയറി, അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി ECHS ബെനിഫിഷ്യറി ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ആവും. അവിടെ നമ്മുടെ ECHSന്റെ കാർഡ് നമ്പറായ TR വേണ്ട, ആദ്യത്തെ 4 ഇട്ടിട്ട് അവസാനത്തെ 8 അക്കം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ 4 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മേലോട്ട് സ്ക്രോൾ അപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ ലോഗിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ശേഷം നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഡീറ്റെയിലുകളെല്ലാം വരും. അതിൽ ബുക്ക് അപ്പോയിൻമെൻറ്റ്, ബ്ലോക്ക് കാർഡ്സ്, ആനുവൽ അപ്ഡേഷൻ, കാർഡ് എലിജിബിലിറ്റി, എല്ലാ ഡീറ്റെയിലും നമുക്കതിൽ ഓരോന്നോരോന്നായി ഞാൻ വിശദമായി പറഞ്ഞു തരാം. ആദ്യമേ അപ്പോയിൻമെൻറ്റ്, ബുക്ക് അപ്പോയിൻമെൻറ്റ്, ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. ആദ്യം നമ്മുടെ RC ട്രിവാൻഡ്രം നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ പോളിക്ലിനിക് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ ഡേറ്റ് വരും. ഒരാഴ്ചത്തെ ഡേറ്റിന് മുന്നേ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ 1-ാം തീയതിയിലത്തെ ഡേറ്റിൽ ചെയ്തതിന് ശേഷം ഗെറ്റ് ഡോക്ടർ, അപ്പോൾ അതിൽ നമുക്ക്
എല്ലാ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി അന്നത്തുള്ള ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഞാൻ ഡോക്ടർ ഷിജോ ഡോക്ടറിനെ ഞാൻ അപ്പോയിൻമെൻറ്റിൽ ചെയ്തു. ഇതിന് ശേഷം നമുക്ക് അടുത്തത് റെഫറൽ എന്നുവരെ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാകും. പുറകോട്ടുള്ള 3 മാസത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റിൽ നമ്മുടെ റെഫറലുകൾ ഉണ്ടെങ്കിൽ നമുക്കിതിൽ കൂടെ മനസ്സിലാകും. എൻ്റെ ഒരു 9 നവംബറിൽ എടുത്തതുണ്ട്. 7 ഫെബ്രുവരിയാണ് എൻ്റെ വാലിഡിറ്റി തീരുന്നത്. അടുത്ത കാർഡിൻ്റെ ഹിസ്റ്ററി, നമ്മുടെ കാർഡിൻ്റെ മൊത്തം ഹിസ്റ്ററി, ഇതിനകത്ത് എന്നൊക്കെ നമ്മൾ ടോക്കൺ യൂസ് ചെയ്തു, എല്ലാം ഡീറ്റെയിൽ അതിനൊന്ന് അറിയാൻ കഴിയും. ആനുവൽ വാലിഡേഷൻ്റെ നമ്മൾ ആനുവലി നമ്മുടെ ഡിപ്പെൻഡൻറ്റിൻ്റെ വാലിഡേഷൻ എപ്പോഴൊക്കെ നമ്മൾ ചെയ്തു, എപ്പോഴും ചെയ്ത് നമുക്കിപ്പോൾ റിക്വയർഡ് ആണോ എന്ന് ഇതിനകത്ത് വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയും. അടുത്ത ബ്ലോക്ക് കാർഡ്സ്, നമ്മുടെ ബെനിഫിഷ്യറീസ് ആരെങ്കിലും 25 ഏജ്, നമ്മുടെ മക്കൾ 25 ഏജ് ആൺകുട്ടികൾ കഴിഞ്ഞു, ജോലിയായി, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞു, അങ്ങനെയുള്ള അവസരങ്ങളിൽ കാർഡ് ബ്ലോക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പേരൻ്റ് പോളിക്ലിനിക്കിൽ കാർഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. ഡെത്ത് കേസ് ആണെങ്കിൽ ഡിപ്പെൻഡൻറ്റിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റോട് ചേർത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് അവിടെ കൊടുത്താൽ അവർ അത് സ്വീകരിക്കും. അടുത്തത് റീപ്രിൻ്റ്, അതായത് നമ്മുടെ കാർഡ് ലോസ് ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോൾ അപ്ഡേഷൻ ചെയ്തിട്ടില്ല, ഉടനെ തന്നെ അവർ അത് അപ്ഡേഷൻ ചെയ്യും. ബെനിഫിഷ്യറി ലിസ്റ്റ്, ഏതൊക്കെ ബെനിഫിഷ്യറീസ് ആണ് നമ്മുടെ മൊത്തത്തിൽ ലിസ്റ്റിലുള്ളത് നമ്മുടെ കാർഡിൻ്റെ അണ്ടറിൽ, അതെല്ലാം ഇതിനകത്ത് വ്യക്തമായി എടുത്ത് കാണിക്കും. അടുത്തത് അതിനകത്ത് നമ്മൾ കാർഡ് ഹാൻഡ് ഓവർ ആർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിപ്പെൻഡൻറ്റിന്, അതിനകത്ത് എല്ലാ ഡീറ്റെയിലും ഈ ലിസ്റ്റിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയും. പോളിക്ലിനിക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് റീജിയണൽ സെൻറ്റർ ഏതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താഴെ ചേഞ്ച് RC റിക്വസ്റ്റ്, അതിനകത്ത് നമ്മുടെ RCയോ PCയോ എന്താണ് ചെയ്യുന്നത് വ്യക്തമായി ചെയ്താൽ അത് നമുക്ക് പോളിക്ലിനിക് ഈ മൊബൈലിൽ കൂടെ ചെയ്യാൻ കഴിയും. കാർഡ് എലിജിബിലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് ഇത് നമ്മളെ വളരെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ നോ ആക്ഷൻ റിക്വയർഡ്, എൻ്റെ കുട്ടികളുടെ 2 പേരുടെ ഇപ്പോൾ വാലിഡിറ്റി ക്ലിയർ ആണ്, അതാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വ്യക്തമായി എഴുതി കാണിക്കും. അതിനാൽ കാർഡ് എലിജിബിലിറ്റി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വിവരം വ്യക്തമായി ലഭിക്കുന്നതാണ്. ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ പോളിക്ലിനിക്കിനെ പറ്റിയോ എംബാൻഡ് ഹോസ്പിറ്റലിനെ പറ്റിയോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്, അത് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അവിടുത്തെ സർവീസസ്, OICയുടെ സർവീസസ്, അല്ലെങ്കിൽ ഫാർമസി, അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെത് എല്ലാം വ്യക്തമായി നിങ്ങൾക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റാർ മാർക്ക് കൊടുക്കാൻ കഴിയും. അതിൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ തിരഞ്ഞെടുത്ത്, നിങ്ങളുടെ പോളിക്ലിനിക് തിരഞ്ഞെടുത്ത് അതിൽ ഫീഡ്ബാക്ക് കൊടുക്കാം. ഇനി താഴെ കൊടുത്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റിൽ കൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. അവിടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര എന്നടിച്ച് നമ്മൾ താഴെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരാഴ്ചത്തെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽ വരുന്നുണ്ട്. ഇതിൽ കൂടെയും നിങ്ങൾക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. ഞാൻ 1-ാം തീയതി സെലക്ട് ചെയ്തു, 1 ഫെബ്രുവരി. അപ്പോഴത്തെ ഡോക്ടർ അവൈലബിൾ, ഗെറ്റ് ഡോക്ടറിൽ അടിച്ചാൽ നമുക്ക് ഏതൊക്കെ ഡോക്ടർ അവൈലബിൾ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഡോക്ടർ ഷിജോ ഡോക്ടറിനെ ഞാൻ സെലക്ട് ചെയ്തു, ബുക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമുക്ക് സ്ലോട്ട് വരും, ഏത് സമയത്താണ്, പ്ലീസ് സെലക്ട് സ്ലോട്ട് ഏത് സമയത്താണ് നമുക്ക് ഡോക്ടറെ കാണേണ്ടത്, ആ സമയം അവിടെ കൊടുക്കാം. ആ സമയത്തിന് 15 മിനിറ്റ് മുമ്പ് നിങ്ങളവിടെ എത്തിച്ചേരേണ്ടതാണ്.
ഇപ്പോൾ മെസ്സേജ് വന്നു, ബുക്ക് അപ്പോയിൻമെൻ്റ് ആയി. നിങ്ങൾക്ക് 1-ാം തീയതി ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് എത്തിച്ചേർന്നാൽ മതി. ഇനി മോർ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ സ്റ്റാറ്റസ് ചോദിച്ചാൽ അതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അടിച്ച് ഷോ സ്റ്റാറ്റസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്ത് തരുന്നതാണ്. കാർഡിൻ്റെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാർഡിൻ്റെ എല്ലാ സ്റ്റാറ്റസ് ഇതിനകത്ത് പറയും. എന്ന് ഡിസ്പാച്ചായി, എന്ന് റിസീവായി. പുതിയതായി കാർഡ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ്. നിങ്ങളുടെ കാർഡ് എവിടം വരെ എത്തി, എന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളുടെ കാർഡ് ഡിസ്പാച്ച് ആയോ അതോ പ്രിൻ്റഡ് ആയോ എന്നുള്ള വ്യക്തമായ എല്ലാ ഇൻഫർമേഷനും ഈ ഒരു കാർഡ് സ്റ്റാറ്റസിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ECHSൻ്റെ RCയുടെ അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ PCയുടെയും OICകളുടെയും അധികാരികളുടെയും ഫോൺ നമ്പറും ഇമെയിലും ഇതിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് ക്ലെയിം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ക്ലെയിം ID, അതായത് മെസ്സേജിൽ കൂടി വരുന്ന ID നമ്പർ അടിച്ച് സർവീസ് നമ്പർ അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ക്ലെയിം സ്റ്റാറ്റസ് എന്ത് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. ഇത് ഹോസ്പിറ്റൽ ഡീറ്റെയിൽ, അതായത് നിങ്ങളുടെ RCയുടെ അണ്ടറിൽ നിങ്ങളുടെ PCക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുണ്ടോ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സർവീസസ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ മുത്തൂറ്റ് കോഴഞ്ചേരിയാണ് സെലക്ട് ചെയ്തത്. അവിടെ എന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് വേണ്ടിയുണ്ട്, ഇംപാനന്റ് ഉണ്ട്, എന്തൊക്കെ ഡയഗ്നോസിസ് ഉണ്ട്, എന്തൊക്കെ ലബോറട്ടറി സർവീസ് ഒരു ECHS എംപാനൽ ചെയ്തിട്ടുണ്ട്, ഓരോ ബെനിഫിഷ്യറിക്കും ഏതൊക്കെ ഇതിൽ ഗുണം ചെയ്യുമെന്നുള്ളത് ഓരോ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങളുടെ അണ്ടറിലെ RCയുടെ അണ്ടറിലെ ഹോസ്പിറ്റൽ ചെക്ക് ചെയ്യാം. ഇത് ECHS സ്പർശ് വോളണ്ടിയറിൻ്റെ, അതായത് ബെഡ് റിഡൺ ആയിട്ടുള്ള ഏതെങ്കിലും രോഗികളെ സഹായിക്കാനായി ഏതെങ്കിലും NCC സ്റ്റുഡൻസോ ഏതെങ്കിലും എക്സർവീസ്മാൻകോ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പേര് കൊടുത്ത് നിങ്ങൾക്ക് ഒരു ചാരിറ്റി സർവീസ് ചെയ്യാൻ അവസരമുണ്ട്. ഇനി മോർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഡീറ്റെയിൽ, അതായത് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ നോട്ടിഫിക്കേഷൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽ കിട്ടും. എന്തെങ്കിലും നിങ്ങളുടെ ECHSൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരാനുണ്ടെങ്കിൽ അതിനകത്ത് ആരൊക്കെ ഡോക്ടർ ലീവിലാണ്, എന്തെങ്കിലും അവധികളുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും അതിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. കാർഡ് ഹിസ്റ്ററി, അതിനകത്ത് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന കാർഡ് ഹിസ്റ്ററി കിട്ടും. പ്രൊഫൈലിൽ ചെക്ക് ചെയ്താൽ ചേഞ്ച് പിൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ 4 അക്ക പിൻ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ചേഞ്ച് പിൻ നമ്പറിൽ കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ലോഗ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഔട്ടാകാം. ഫീഡ്ബാക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോർഗെറ്റ് പിൻ നമ്പറിൽ അടിച്ച് നിങ്ങൾക്ക് OTP പോകും. ആ OTPയിൽ കൂടെ നിങ്ങൾക്ക്
രണ്ടാമത് ഒരു പിൻ ഓർക്കുന്ന പിൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. സ്മാർട്ട് കാർഡ് നമ്പർ അടിച്ചിട്ട് നിങ്ങൾ റീസെറ്റ് പിന്നിൽ അടിച്ചാൽ മതി. നിങ്ങളുടെ മൊബൈലിലൊരു OTP പോകും. ആ OTP അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പുതിയ പിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ OTP സെൻഡ് എന്നാണ് മെസ്സേജ് കാണിച്ചു. ഇതിൽ OTP അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ പിൻ നമ്പർ സെലക്ട് ചെയ്യാം. എൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമില്ല, അതിനാൽ ഞാനിപ്പോൾ ഇത് അടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതുവരെ ഞാൻ തന്ന വിവരങ്ങൾ, എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മുന്നോട്ട് ഞാൻ ഇനിയും ഇതുപോലെ ഉപയോഗപ്രദമായ പല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ജയ് ഹിന്ദ്.